നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. ചോറ്, ഫ്രൈഡ് റൈസ്, അപ്പം, പൊറോട്ട, ചപ്പാത്തി, ഇടിയപ്പം, വെള്ളയപ്പം എന്നിവയുടെയൊക്കെ കൂടെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണിത്. ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് 1/300 മീറ്റ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് നമുക്ക് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാറ്റി വെക്കാം. ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് നമ്മൾ സൈഡിലേക്ക് വെച്ചു. ഇനി നമുക്ക് ചിക്കൻ്റെ മസാല ഉണ്ടാക്കുന്നതിന് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിനകത്തേക്ക് ഒരു 350 ഗ്രാം ചെറിയ ഉള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുള്ളി ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതേ അളവിൽ തന്നെ സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. 2 മിനിറ്റ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ഫുള്ള് വെളുത്തുള്ളിയുടെ ബൾബ്, അതായത് ഒരു ഉണ്ട വെളുത്തുള്ളി ചതച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് 1 മിനിറ്റ് ഇതിനകത്തിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് 2 പച്ചമുളക്, ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 പച്ചമുളക് ചേർത്ത് കൊടുത്തത്. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ ഒരു 4 വരെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് 1 മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടും. ഉള്ളിയൊക്കെ വാടി വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഓൾറെഡി മാരിനേറ്റ് ചെയ്ത സമയത്ത് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടി ഇത്രയും ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം മാറി കിട്ടും. മസാലയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് 2 തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് മസാലയുമായി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തപ്പിപ്പൊത്തി വെക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. മൂടി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ ചേർത്ത് കൊടുത്ത് മസാലയുമായി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇട്ടൊന്ന് കുക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ വേവിക്കാനായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർത്ത് കൊടുത്തിട്ടില്ല. ചിക്കൻ ഒന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും മൂടി വെച്ച് ഒരു 10 മിനിറ്റും കൂടെ കുക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും ചിക്കനിൽ നിന്നൊക്കെ കുറച്ച് വെള്ളവും കൂടെ ഇറങ്ങും. അപ്പോൾ ചിക്കൻ ഒരു 20 മിനിറ്റൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റോളം നമ്മുടെ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കിട്ടി. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ചിക്കൻ മസാല ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യുമ്പം അത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ഈ ചാറൊക്കെ ഒന്ന് പറ്റി കിട്ടും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഐറ്റമാണ് ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റ് തന്നെ മാറ്റിമറിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അരമുറി തേങ്ങയുടെ പീര എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചീരകം, അതായത് നമ്മുടെ വലിയ ജീരകം. ഇത് നമുക്ക് ഒരു ചീനിച്ചട്ടിക്കകത്തേക്ക് ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ 1 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലും പിന്നെ നമ്മുടെ ഗോൾഡൻ ബ്രൗൺ
ആകുന്ന വരെ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഈ തേങ്ങയൊന്ന് വറുത്ത് എടുക്കാനായിട്ട്. അതിനിടയ്ക്ക് നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഓഫ് ചെയ്ത് ഈ പീര നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് ചെറിയ തരിയോടുകൂടി ഒന്ന് പൊടിച്ച് എടുക്കാം. അപ്പോൾ നമ്മളതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ചാറൊക്കെ വറ്റി വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആ പൊടി ചേർത്ത് കൊടുക്കാം. പൊടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വയംഭൻ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട് ഇഷ്ടമായ കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.